ഹലോ അസ്സലാമു അലൈക്കും. നമുക്ക് എടുക്കില്ലേ ഒരു പിസ്സ കഴിക്കാനൊക്കെ ഒരു പൂതി വരത്തില്ലേ? അങ്ങനെ പെട്ടെന്ന് പൂതി വന്നു കഴിഞ്ഞാൽ ആദ്യം എന്താ ചിന്തിക്കുക? ഈ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുമ്പോൾ എൻ്റെ പഠിച്ചോനെ മാവില്ലല്ലോ, മാവ് കൊയ്ക്കണ്ടേ, അത് ഡോ ആക്കിയിട്ട് അത് ഫെർമെൻ്റ് ചെയ്ത് വരുമ്പോൾ അതിനുള്ള സമയം എടുക്കൂലേ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു പൂതി അവിടെ മനസ്സിൽ നിന്ന് വിടും. അങ്ങനെ തോന്നുമ്പോൾ തയ്യാറാക്കാൻ പറ്റിയ ഒരു തട്ടിക്കൂട്ട് പിസ്സ എന്ന് പറയാം. പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ പിസ്സൻ്റെ അതേ ടേസ്റ്റാണ്. ഉണ്ടാക്കാനും ആകെ ഒരു 10-15 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, കുറച്ച് ഓണിയന് കൊത്തി അരിഞ്ഞിട്ടുണ്ട്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ നല്ലോണം കുനുകുനാന്ന് പറഞ്ഞിട്ട് അരിഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു 2-3 സ്ലൈസ് ചീസ്, പിന്നെ പാപ്രോണി എടുത്തിട്ടുണ്ട്. പെപ്പറോണി ഉണ്ടെങ്കിൽ അതെടുക്കുക, അതെല്ലാന്നുണ്ടെങ്കിൽ സോസേജ് ഉണ്ടെങ്കിൽ സോസേജ് എടുക്കുക, അതല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരു മഷ്റൂം എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ഒലീവ്സ് എടുത്തിട്ടുണ്ട്, ഒരു ഹാഫ് ടൊമാറ്റോ ഇതേമാതിരി നേരിങ്ങനെ സ്ലൈസ് ചെയ്തിട്ടുണ്ട്, പിസ്സ സോസ് ഉണ്ട്, പിന്നെ കുറച്ച് ഹണി ഒരു ടേബിൾ സ്പൂൺ ഹണി ആവശ്യമുണ്ട്, പിന്നെ കുറച്ച് മൊസറല്ല ചീസ്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഡോ ഫെർമെൻറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പിസ്സ എന്ന് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ചെറിയൊരു പീസ് ബട്ടർ ഞാൻ മെൽറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഈ ബട്ടർ മെൽറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ കുനുകുനാന്ന് അരിഞ്ഞിട്ടുള്ള ആ വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഇതിലേക്ക് ഒന്ന് ബട്ടറിൽ സോട്ട് ചെയ്ത് വരാം, എന്ന് വെച്ചാൽ മുരിഞ്ഞ് പോവും വേണ്ട, എന്നാൽ വെച്ചിട്ട് ഇതൊന്നൊന്ന് സോട്ട് ചെയ്ത് വരാനുണ്ട്. ഇതുപോലെ ഒരു ബ്രൗൺ നിറമാവുന്ന ആ സമയമാകുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്തെടുക്കാം. എന്ന് വെച്ചാൽ ഈ വെളുത്തുള്ളിൻ്റെ പച്ചച്ചുവ ഉണ്ടല്ലോ, അതൊന്ന് മാറി കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ശേഷം എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് ഹണി ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി നല്ലൊരു ഫ്ലേവറായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ സ്വതവേ ഗാർലിക് ബ്രെഡൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരത്തില്ലേ, ഗാർലിക്കിൻ്റെ നല്ല ഫ്ലേവർ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഹണിയും കൂടി ചേർക്കുന്ന സമയത്ത് ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ഹണി ചേർത്തത്. എന്നിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഈ ബട്ടർ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട്, എന്നിട്ട് ഒന്നിന് മീതെ ഒന്നായിട്ട് ഈ ബ്രെഡ് സ്ലൈസ് ഞാൻ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഒരു ബ്രെഡ് ഹാഫായി കട്ട് ചെയ്തിട്ട് അങ്ങനെ ഒന്നിന് മീതെ ഒന്നായിട്ട് ഇതുപോലെ പ്ലേറ്റ് നിറയെ ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് മുഴുവൻ ഇതുപോലെ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ വെച്ചെടുക്കാം നമുക്ക്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഗാർലിക് ബട്ടർ ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഈ ബ്രെഡിൽ മൊത്തത്തിൽ ഒന്ന് ഞാൻ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. നോർമലി നമ്മൾ പിസ്സൻ്റെ ആ ഒരു ഇത് തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ ഗാർലിക് ബട്ടർ തയ്യാറാക്കില്ല. പക്ഷെ ഞാനത് തയ്യാറാക്കിയ കാരണം ഒന്നുകൂടി നല്ല ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് ഈ രീതിയിൽ തയ്യാറാക്കുമ്പോൾ. അത് മൊത്തത്തിൽ സ്പ്രെഡാക്കിയതിന് ശേഷം നമുക്ക് പിസ്സ സോസ് ഒഴിച്ചെടുക്കാം. എല്ലാ ബ്രെഡിൻ്റെ സ്ലൈസിലും പിസ്സ സോസ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് 3-4 സ്ലൈസ് ചീസാണ്, അത് അതുപോലെ പീസുകളായി കട്ട് ചെയ്തിട്ട് ഇതുപോലെ നിരത്തി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ആ ഒണിയൻ ചെറിയ കൊത്തി അരിഞ്ഞിട്ടുള്ള ഒണിയനാണ് കേട്ടോ, ചെറിയ പീസുകളായിട്ടുള്ള ഒണിയൻ ഇതുപോലെ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ പാപ്രോണി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ സോസേജ് ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അത് ഇതിലേക്ക് ആഡാക്കി കൊടുക്കാം. പക്ഷേ പാപ്രോൺ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ അത് എപ്പോഴും നമ്മൾ ഉണ്ടായിക്കൊള്ളുന്നില്ല, നമ്മളെ കയ്യിൽ അധികം സ്റ്റോക്ക് ഉണ്ടാവാത്തൊരു ഐറ്റം ആയിരിക്കും ഇത്.
പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് പിസ്സയിൽ ഇത് ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണത്. പക്ഷേ പൊതുവെ എല്ലാവരുടെ കയ്യിലും അത്ര ഇതിൽ അവൈലബിൾ നമ്മളെ കയ്യിൽ ഉണ്ടാവാത്തൊരു ഐറ്റമാണത്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചേർത്ത് കൊടുത്താൽ മതി ഇതിൽ. ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഒലീവ്സും ഒരു മഷ്റൂം ഇതേമാതിരി സ്ലൈസ് ചെയ്തതും ടൊമാറ്റോ സ്ലൈസ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി പിസ്സ സോസ് ഞാനൊന്ന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ബ്രെഡ് കംപ്ലീറ്റ് നമുക്ക് ഈ മൊസറല്ല ചീസ് കൊണ്ട് കംപ്ലീറ്റ് കവർ ചെയ്യണം. കാരണം മൊസറല്ല ചീസ് എത്രത്തോളം കൂടുതലുണ്ടോ അത്രത്തോളം ടേസ്റ്റ് കൂടുതലായിരിക്കും ഈ പിസ്സക്ക്. ഇത് പിസ്സ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ഒരു ബ്രെഡ് ക്രസ്റ്റ് അത്രയേ ഉള്ളൂ. എന്നുവെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു പൂതി തോന്നുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണിത്. പക്ഷേ ഒരു പിസ്സ കഴിച്ചതിൻ്റെ ഒരു എന്താ പറയുക ഒരു നിർവൃതി കൊള്ളും, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയൊരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ നമുക്കിത് ഓവണിൽ വെക്കണം. ഞാനൊരു ഓവണ് ആദ്യം ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റാണ് ഇത് വെക്കേണ്ടത്. ഇത് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഞാൻ ഓൾറെഡി ഇവിടെ ചെടി വളർത്തുന്നുണ്ടായിരുന്നു, അതിൻ്റെത് മുകളിലിട്ട് കൊടുത്തതാണ്. ഇനിയിപ്പോൾ ഓവൺ ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ഉണ്ടാവില്ല, കുറച്ച് അത്യാവശ്യം വലിയ പാത്രത്തിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് ഇതേമാതിരി സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് ചെറു തീയിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് ഇതുപോലെ മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് കാണിക്കുന്നത്. 200-ൽ ഞാൻ 15 മിനിറ്റ്സാണ് വെച്ചിട്ടുള്ളത്. ഇതാ ഇപ്പം നമ്മൾ തട്ടിക്കൂട്ട് പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പമാണ്. എന്നുവെച്ചാൽ ഭയങ്കര പിസ്സൻ്റെ അതൊന്നും പറയില്ല, പക്ഷേ പിസ്സൻ്റെ എല്ലാ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഡോനും പകരം ബ്രെഡ് ചേർക്കുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഒരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ഐറ്റമാണിത്. പക്ഷേ രസമുണ്ട് സംഭവം. പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടി. അപ്പോൾ പിന്നെ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.